ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നലെ പഠിക്കാനുള്ള ഹോട്ട് ടോപ്പിക്സിലുള്ള ടോപ്പിക്കായിരുന്നു ലോഹങ്ങൾ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ ക്ലാസ് ഇടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്നത്തെ റിവിഷൻ എക്സാം, ഇന്ന് നമുക്ക് റിവിഷൻ ഡേ ആണ്. അതായത് ഇതുവരെ ഈ വീക്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഇന്ന് നമുക്ക് എന്തുണ്ടാവും, അതിൻ്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ലിക്ഷയുടെ ടെലഗ്രാം ചാനലിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി നോക്കുക. അതുപോലെ ഇന്ന് ആദ്യം ഹോട്ട് ടോപ്പിക്സിൻ്റെ എക്സാം ആണ് ഉള്ളത്. അപ്പോൾ 11 മണിക്ക് ഹോട്ട് ടോപ്പിക്സ് മൊത്തം, അതായത് ഫ്രഞ്ച് വിപ്ലവം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പിന്നെ ഈ ലോഹങ്ങൾ എന്നുള്ള ടോപ്പിക്കും കൂടിയിട്ടാണ് ഇന്ന് 11 മണിക്ക് എക്സാം ഉള്ളത്. അപ്പോൾ ഈ ക്ലാസ് കൂടെ കേട്ടിട്ട് വേണം എക്സാം പോയി അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ലോഹങ്ങൾ, മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ലാവോസിയർ ആണ്. മൂലകങ്ങളെ ആദ്യമായിട്ട് ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത് ആരാണ്? ലാവോസിയർ ആണ്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം വിവിധ തരം പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത തരം മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം എന്താണ്? പലതരം പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ എന്താണ്? വ്യത്യസ്ത തരം മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വസ്തു ലോഹ നിർമ്മിതമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒന്ന് കാഠിന്യം നോക്കിയിട്ട് നമുക്കറിയാം ഇത് ലോഹമാണോ. കാരണം എന്താണ്? ലോഹങ്ങൾ പൊതുവെ കാഠിന്യം ഉള്ളതാണ്. ചൂടാക്കി നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ഒരറ്റം ചൂടാക്കിയാൽ ചൂട് മറ്റേ അറ്റം വരെ ലോഹങ്ങളിൽ പ്രസരിക്കും. അപ്പം അത് ലോഹമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി വൈദ്യുതി കടത്തി വിട്ട് നോക്കിയിട്ടും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ ലോഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. അതുപോലെ ഉരച്ചു നോക്കി, അതായത് ലോഹങ്ങൾ ഉരച്ചാൽ ആ ഭാഗം എന്തായിട്ട് തോന്നും? തിളങ്ങുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വസ്തുക്കൾ ലോഹ നിർമ്മിതമാണോ എന്ന് തിരിച്ചറിയാം. അപ്പോൾ ഒന്ന് കാഠിന്യം നോക്കിയിട്ട്, പിന്നെ ചൂടാക്കി നോക്കിയിട്ട്, വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടും, ഉരച്ചു നോക്കിയാൽ തിളക്കമുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഹങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റും. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി അല്ലെങ്കിൽ പത്രണീയത. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പത്രണീയത എന്നുള്ള ഒരു ടേം ചിലപ്പോൾ നമുക്ക് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ പത്രണീയത, അതായത് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. അടിച്ചു പരത്തി തകിടുകളാക്കിയിട്ട് കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി. അപ്പൊ നമ്മോട് ചോദിക്കാണ്, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? സ്വർണം. സ്വർണം എങ്ങനെ സൂചിപ്പിക്കുന്നത്? AU അല്ലെ. അതിന്റെ അറ്റോമിക നമ്പർ 79 ആണ് എന്നുള്ളത് കൂടെ അതിന്റെ കൂടെ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ മാലിയബിലിറ്റി അതായത് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ് തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ഈ ഒരു പ്രവണതയുള്ള, അതായത് ഏറ്റവും കൂടിയ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്വർണമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്, ആ ഒരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി അഥവാ തന്യത എന്ന് പറയുന്നത്. അപ്പൊ പത്രണീയത എന്തായിരുന്നു? മാലിയബിലിറ്റി അല്ലെ. തന്യത എന്ന് വെച്ചാൽ ഡക്റ്റിലിറ്റി ആണ്. തന്യത, ഡക്റ്റിലിറ്റി, അതായത് കനം കുറഞ്ഞ കമ്പികളാക്കി വലിച്ചു നീട്ടിയിട്ട് ലോഹങ്ങളെ കനം കുറഞ്ഞ കമ്പികളാക്കിയിട്ട് മാറ്റാൻ സാധിക്കുന്നതിനെയാണ് ഡക്റ്റിലിറ്റി അഥവാ തന്യത എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയത് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയത് പ്ലാറ്റിനം. പ്ലാറ്റിനം അറ്റോമിക നമ്പർ 78 ആണ്. സ്വർണം എന്തായിരുന്നു? 79 ആയിരുന്നു അറ്റോമിക നമ്പർ. എന്നാൽ പ്ലാറ്റിനത്തിന്റെ അറ്റോമിക നമ്പർ 78 ആണ് എന്നുള്ളത് കൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ എന്താണ്? മാലിയബിലിറ്റി കൂടിയത് സ്വർണവും ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയത് പ്ലാറ്റിനവും ആണ് എന്നുള്ളത് കൂടെ പഠിച്ചു വെച്ചേക്കാം. വെളുത്ത സ്വർണം അഥവാ ലിറ്റിൽ സിൽവർ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാറ്റിനം ആണ്. വെളുത്ത സ്വർണം, ലിറ്റിൽ
ലിറ്റിൽ സിൽവർ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ലോഹം അത് കോപ്പർ ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് ചെമ്പ് കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ലോഹം കോപ്പർ ആണ്. വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം അത് അലൂമിനിയം ആണ്. അതെന്താ ചെമ്പല്ല, അതെന്താണ് അലൂമിനിയമാണ്. 1 ഗ്രാം സ്വർണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനും 2 കിലോമീറ്ററിൽ അധികം നീളം വലിച്ചു നീട്ടാനും സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ 1 ഗ്രാം സ്വർണം എടുത്താൽ അത് അടിച്ചു പരത്തുകയാണെങ്കിൽ 6.7 ചതുരശ്ര പരപ്പളവിൽ അടിച്ചു പരത്താൻ പറ്റും. അതുപോലെ അത് വലിച്ചു നീട്ടുകയാണെങ്കിൽ 2 കിലോമീറ്ററിൽ അധികം നമുക്ക് നീട്ടാനായിട്ടും സാധിക്കും. എത്ര? 1 ഗ്രാം സ്വർണം എടുത്താൽ. അപ്പോൾ കോപ്പർ, സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നതിന് കാരണം ഇവയുടെ ഉയർന്ന ഡക്റ്റിലിറ്റിയാണ്. കോപ്പർ, സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നതിന് കാരണം ഇവയുടെ ഉയർന്ന ഡക്റ്റിലിറ്റിയാണ്. ഇനി നമുക്ക് കുറച്ച് ലോഹങ്ങളും അതിൻ്റെ സവിശേഷതകളും നോക്കാം. സ്വർണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സവിശേഷത എന്താണ്? തിളക്കമുണ്ട് അല്ലേ, തിളക്കമുണ്ട്. എളുപ്പത്തിൽ നശിക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ ആഭരണങ്ങളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കാരണം അതെന്താണ് എളുപ്പത്തിൽ നശിക്കുന്നില്ല. അതുപോലെ വസ്തുക്കൾ അതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം സ്വർണത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 79 പഠിച്ചു വെച്ചേക്കാം. ഇനി കോപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. അതിന് എന്തുണ്ട്? ഈ പറഞ്ഞ പോലെ സ്വർണത്തിന് അത്രയില്ലെങ്കിലും എന്തുണ്ട്? തിളക്കമുണ്ട്. നല്ല വൈദ്യുത ചാലകമാണ്. എളുപ്പത്തിൽ നശിക്കുന്നില്ല. നമ്മൾ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എളുപ്പത്തിൽ നശിക്കോ? ഇല്ല. ഇനി വൈദ്യുത കമ്പികൾ, നാണയങ്ങൾ, പാത്രങ്ങൾ ഇവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ചെമ്പ് ഉപയോഗിക്കും. വൈദ്യുത കമ്പികൾ, അതുപോലെ നാണയങ്ങൾ, പാത്രങ്ങൾ. ഇനി ഇരുമ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണ്. Fe എന്ന് സൂചിപ്പിക്കും അല്ലെ. കോപ്പർ എങ്ങനെ സൂചിപ്പിക്കുക? Cu. ഇരുമ്പ് Fe. അറ്റോമിക് നമ്പർ 26 ആണ്. കാഠിന്യമുണ്ടോ? ഉണ്ട്. താപചാലകമാണോ? താപചാലകമാണ്. നമ്മൾ ലോഹങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. താപചാലകമാണ്. അതുപോലെ യന്ത്രങ്ങൾ, ആയുധങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, പാത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇരുമ്പ് ഉപയോഗിക്കാവുന്നതാണ്. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. Al എന്നതുകൊണ്ട് സൂചിപ്പിക്കും. അതിനും എന്തുണ്ട്? തിളക്കമുണ്ട്. എളുപ്പം നശിക്കുമോ? ഇല്ല. നല്ല താപചാലകമാണ് അലൂമിനിയം. അതുപോലെ വൈദ്യുത ചാലകമാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ. ഭാരം കുറഞ്ഞതാണോ? ഭാരം കുറഞ്ഞതാണ്. ഇത് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും. വൈദ്യുത കമ്പികൾ, മേൽക്കൂരകൾ തുടങ്ങിയവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ 29 ആണ് കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ. സ്വർണത്തിൻ്റെ എത്രയായിരുന്നു? 79. പ്ലാറ്റിനം 78. ഇരുമ്പ് 26. അലൂമിനിയം 13 ആണ് എന്നുള്ളത് കൂടെ ഓർത്തു വച്ചേക്കാം. ഇനി ലോഹങ്ങളുടെ സവിശേഷതകൾ, പൊതുവായിട്ടുള്ള സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ കാഠിന്യം. ആ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഗാലിയം, സീസിയം, സോഡിയം. ഗാലിയത്തിനും സീസിയത്തിനും സോഡിയത്തിനും എന്ത് കുറവാണ്? കാഠിന്യം കുറവാണ്. ഇനി മൃദുലോഹങ്ങൾ ചോദിച്ചാൽ അത് ലിഥിയവും സോഡിയവും പൊട്ടാസ്യമാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ലിഥിയം Li, സോഡിയം Na, പൊട്ടാസ്യം K അല്ലേ. അപ്പം മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിഥിയവും സോഡിയവും പൊട്ടാസ്യം ആണെങ്കിൽ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങൾ ചോദിച്ചാൽ ഗാലിയം, സീസിയം, സോഡിയം. ഓക്കെ. ഗാലിയം Ga, സീസിയം Cs, സോഡിയം Na. ഇനി സാധാരണ താപനിലയിൽ ദ്രാവക അവസ്ഥയിലുള്ള ലോഹമാണ് മെർക്കുറി. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് എന്ന് പറയുന്നത് മെർക്കുറി എന്ന് പറയുന്നത്. ഇനി കൈവെള്ളയിൽ നമ്മുടെ കൈവെള്ളയിൽ എടുത്താൽ അതിൻ്റെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് നമ്മൾ പറഞ്ഞ ഗാലിയം അല്ലെ. കാഠിന്യം കുറഞ്ഞ ലോഹമാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ കൈവെള്ളയിൽ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് ഗാലിയം എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിൽ ഉരുകുന്ന ലോഹം ചോദിച്ചാൽ അത് സീസിയമാണ്. സൂര്യപ്രകാശം, സീസിയം, അങ്ങനെ ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സൂര്യപ്രകാശത്തിൽ ഉരുകുന്ന ലോഹം
സീസിയമാണ്. ദ്രാവക രൂപത്തിലുള്ള ഏക റേഡിയോ ആക്റ്റീവ് ലോഹം ചോദിച്ചാൽ അത് ഫ്രാൻസിയമാണ്. അത് ദ്രാവക രൂപത്തിലാണ്, ഏക റേഡിയോ ആക്റ്റീവ് ലോഹമാണ് ഏതെന്ന് പറയുന്നത്, ഫ്രാൻസിയം എന്ന് പറയുന്നത്. ഇനി നമ്മോട് ചോദിക്കുകയാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ചോദിച്ചാൽ നമ്മൾ മെർക്കുറി ആണെന്ന് പറയും. ഇത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അലോഹമാണ് ചോദിക്കുന്നതെങ്കിൽ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം എന്തായിരിക്കും? അത് തിളക്കമാർന്നതായിരിക്കും. തിളക്കമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ സവിശേഷത അറിയപ്പെടുന്നത് മെറ്റാലിക് ലെക്ചർ അല്ലെങ്കിൽ എന്ത് പറയും, ലോഹദ്യുതി എന്ന് പറയുന്നു. ലോഹദ്യുതി എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോഹം എടുക്കുകയാണ്, അത് മുറിക്കുകയാണ്. ആ മുറിക്കുമ്പോൾ നമുക്ക് പിന്നെയും എന്താണ്, പുതുതായിട്ട് രണ്ട് പ്രതലം രൂപം കൊള്ളൂ അല്ലേ? അതും എന്തായിരിക്കും, തിളക്കമാർന്നതായിരിക്കും. അപ്പം ഒന്നുകൂടെ തിളക്കണ്ടാവും. ഈ സവിശേഷത ലോഹദ്യുതി എന്ന് പറയുന്നു. ലോഹദ്യുതി കാണിക്കുന്ന അലോഹം ചോദിച്ചാൽ അത് അയഡിനാണ്. ലോഹദ്യുതി കാണിക്കുന്ന അലോഹമാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്, അത് അയഡിനാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത ഒരു ലോഹത്തിന്റെ സവിശേഷതയാണ് നമ്മൾ പറഞ്ഞു, താപചാലകത. താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ സവിശേഷതയാണ് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങൾ എന്താണ്, പൊതുവെ താപചാലകങ്ങളാണ്. ലോഹങ്ങളിൽ ഏറ്റവും തികച്ച താപചാലകം അല്ലെ, കൂടുതൽ താപം വഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളിയാണ്. ഓക്കെ, ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം അത് വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് ഈ അലൂമിനിയവും കോപ്പറും എന്ന് പറയുന്നത്. ഓക്കെ, താരതമ്യേന താപചാലകത കൂടിയത് അത് ചോദിച്ചാൽ അലൂമിനിയം കോപ്പറാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം അങ്ങനെയാണ് എന്ത് എന്ന് പറയുന്നത്, വെള്ളി എന്ന് പറയുന്നത്. വെള്ളിയുടെ അറ്റോമിക നമ്പർ എത്രയാണ്, 47 ആണ്. ഇത് ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക നമ്പർ അപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പോൾ ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. സൂചിപ്പിക്കുന്നത് Ag അല്ലേ, സിൽവർ ആണ് നമുക്കറിയാം അല്ലേ. അറ്റോമിക നമ്പർ എത്രയാണ്, 47 ആണ്. അറ്റോമിക നമ്പർ 47 ആണ്. ഇനി താരതമ്യേന താപചാലകത കൂടിയതാണ് അലൂമിനിയവും കോപ്പറും നമ്മൾ പറഞ്ഞു. അടുത്ത ഒരു സവിശേഷതയാണ് വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങളും എന്താണ്, ഇതുപോലെ വൈദ്യുത ചാലകങ്ങളാണ്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം, ഏറ്റവും മികച്ച താപചാലകം നമ്മൾ പറഞ്ഞു വെള്ളിയാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച വൈദ്യുത ചാലകവും വെള്ളി തന്നെയാണ്. ഇനി വൈദ്യുത ചാലകത കൂടിയ മറ്റ് ലോഹങ്ങളാണ് കോപ്പറും അലൂമിനിയവും എന്ന് പറയുന്നത്. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം എന്താണ്, കോപ്പറാണ് അല്ലേ. വീടുകളിൽ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ചെമ്പാണ് അല്ലെങ്കിൽ കോപ്പറാണ്. വൈദ്യുത തൂണുകളിൽ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയമാണ്. ഈ വൈദ്യുത തൂണുകളിൽ കാണുന്ന വൈദ്യുത കമ്പികൾ അലൂമിനിയം ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിന് കാരണം, നമ്മൾ എന്തുകൊണ്ട് വെള്ളി ഉപയോഗിക്കുന്നില്ല, അലൂമിനിയം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ കൂടിയ വൈദ്യുത ചാലകത അലൂമിനിയത്തിനുണ്ട്, പക്ഷെ അതിലേറെ വെള്ളിക്കുണ്ട്. പക്ഷെ എന്താണ് ഭാരക്കുറവ് എന്തിനുണ്ട്, അലൂമിനിയത്തിനുണ്ട്. നാശനം കുറവാണ്, നേർത്ത കമ്പികളാക്കി മാറ്റാനായിട്ടും കഴിയുന്നു എന്നുള്ളതാണ്. കൂടിയ വൈദ്യുത ചാലകത, ഭാരക്കുറവ്, നാശനം കുറവ്, നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി സൊണോരിറ്റി എന്ന് പറയുമ്പോൾ അതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. ഏതിൻ്റെ, ലോഹത്തിൻ്റെ. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടാണ് നമ്മൾ. അപ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. ഈ സൊണോരിറ്റി, ഇലത്താളം, മണികൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കാനുള്ള കാരണം അപ്പം എന്താ ചോദിച്ചാൽ ഈ ഒരു സൊണോരിറ്റിയാണ് അല്ലേ. അതായത് അതിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ, ഒരു കട്ടിയുള്ള വസ്തു എടുത്ത് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലോഹത്തിൻ്റെ കഴിവിനെ സൊണോരിറ്റി എന്ന് പറയുന്നു. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. ലോഹങ്ങൾ എന്താണ്, പൊതുവെ
ഉയർന്ന താപനിലയിൽ ഉരുകും, പക്ഷെ ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളതും ആണ്. ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹമാണ് നമ്മോട് ചോദിക്കുന്നതെങ്കിൽ ടങ്സ്റ്റൻ ആണ്. ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. W ഏതിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടങ്സ്റ്റൻ ആണ് കേട്ടോ. ടങ്സ്റ്റൻ ആണ് ദ്രവണാങ്കം ഏറ്റവും കൂടിയ, മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹമാണ് ടങ്സ്റ്റൻ. ഇത് പീരിയോഡിക് ടേബിളിലെ 74ാമത്തെ മൂലകമാണ് ടങ്സ്റ്റൻ എന്ന് പറയുന്നത്. അതുപോലെ വുൾഫ്രം എന്ന പേരിലും ടങ്സ്റ്റൻ അറിയപ്പെടുന്നുണ്ട്. എന്നറിയപ്പെടുന്നത് വുൾഫ്രം എന്ന പേരിൽ ടങ്സ്റ്റൻ അറിയപ്പെടുന്നു. ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 3422 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 3410 ഡിഗ്രി സെൽഷ്യസ് എന്നും കാണാൻ പറ്റും. ഓക്കെ, ഇനി SCERT പ്രകാരം 3414 ആണ് എന്നുള്ളത് കൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ 3422, 3410, 3414 അത് മൂന്നും ഓർത്ത് വെച്ചേക്കുക. അതിലേതെങ്കിലും ഒന്ന് കണ്ടാൽ എന്താണ്, അത് ടങ്സ്റ്റന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ വുൾഫ്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. പീരിയോഡിക് ടേബിളിൽ 74ാമത്തെ മൂലകമാണ്. W എന്നാണ് അതിന്റെ പ്രതീകം വരുന്നത് എന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹമാണ് ടങ്സ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻകാൻഡസെന്റ് ലാമ്പ്, അതായത് ബൾബിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹം കൂടെയാണ് ടങ്സ്റ്റൻ. ബൾബിൽ എന്താണ്, ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൻ എന്ന് പറയുന്നത്. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ്. താഴ്ന്ന താപനില മതി, അപ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്യും, അത് ഉരുകും. അതാണ് ഗാലിയം, സീസിയം, മെർക്കുറി എന്ന് പറയുന്നത്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് മെർക്കുറി. മെർക്കുറിയുടെ ദ്രവണാങ്കം 39 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, മെർക്കുറിയുടെ ദ്രവണാങ്കം -39 കേട്ടോ, -39 ഡിഗ്രി സെൽഷ്യസ് ആണ് മെർക്കുറിയുടെ ദ്രവണാങ്കം, അല്ലെങ്കിൽ -38.83 ഡിഗ്രി സെൽഷ്യസ് എന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും, മെർക്കുറിയുടെ ദ്രവണാങ്കം അല്ലെ. 38.83 പറയുമ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 39 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം എന്ന് പറയുന്നത് അത് കാർബൺ ആണ്. ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം നമ്മൾ ടങ്സ്റ്റന്റെ പറഞ്ഞു 3422 അല്ലെങ്കിൽ 3410, 3414 അല്ലെ. ഇതില് ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം അത് കാർബൺ ആണ്. 3550 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം അത് ഓസ്മിയമാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം അത് ഏതാണ്? ഓസ്മിയമാണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയമാണ്. ദ്രവണാങ്കം ഏറ്റവും കൂടിയത് എന്താണ്? കാർബൺ ആണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം അത് ഓസ്മിയമാണ്. അങ്ങനെയെങ്കിൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ലിഥിയം Li ലെ. ഓസ്മിയം സാന്ദ്രത ഏറ്റവും കൂടിയതാണെങ്കിൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം അത് ലിഥിയമാണ്. ലോഹങ്ങളുടെ പൊതുവായ ഭൗതിക ഗുണങ്ങൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയാനും ഉയർന്ന താപചാലകതയുണ്ട്, താപത്തെ കടത്തി വിടാനുള്ള കഴിവ്, ഉയർന്ന സാന്ദ്രത, അതുപോലെ ഉയർന്ന വൈദ്യുത ചാലകത, സൊണോരിറ്റി, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന തിളനില, കാഠിന്യം ഉള്ളവയാണ്, തിളക്കം ഉള്ളവയാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഉയർന്ന താപചാലകത, ഉയർന്ന സാന്ദ്രത, ഉയർന്ന വൈദ്യുത ചാലകത, സൊണോരിറ്റി, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന ദ്രവണാങ്കം, അതുപോലെ ഉയർന്ന തിളനില, കാഠിന്യമുണ്ട്, കാഠിന്യം ഉള്ളവയാണ്, തിളക്കമുള്ളവയാണ്. ഓക്കെ ആണല്ലോ. ഇനി ദ്രവണാങ്കവും തിളനിലയും. എന്താ ഈ ദ്രവണാങ്കം, തിളനില എന്ന് പറയുന്നത്? ഏതു ഖരവസ്തുവിനെയും അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഏത് ഖരവസ്തുവിനെയും നമുക്ക് വേറൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഖരം ദ്രാവകമായി മാറുന്ന താപനിലയെ എന്ത് പറയാം നമുക്ക്? ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. ഖരം ദ്രാവകമായിട്ട് മാറുന്ന താപനിലയെയാണ് എന്തെന്ന് പറയുന്നത്? ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം എന്ന് പറഞ്ഞു കാർബൺ അല്ലെ. ദ്രവണാങ്കം ഏറ്റവും കൂടുതലുള്ള മൂലകം ആണ് കാർബൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ഖരവസ്തുവിനെയും അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കാം. ഖരം ദ്രാവകമായിട്ട് മാറുന്ന താപനിലയെയാണ് എന്തെന്ന് പറയുന്നത്? ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഖരം ദ്രാവകമായിട്ട് മാറുന്ന താപനില. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാർബണിനാണ്. ഇപ്പോൾ നമ്മൾ ദ്രവണാങ്കം എന്ന് പറയുമ്പം ഐസ് ഉരുകി
ജലമായി മാറുന്ന താപനില ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഇനി ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനില അതിനെയാണ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജലത്തെ ചൂടാക്കാണ്, അങ്ങനെ അത് നീരാവിയാകുമ്പോൾ ഉള്ള ആ ഒരു താപനിലയെയാണ് എന്തെന്ന് പറയുന്നത്? തിളനില അല്ലെങ്കിൽ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം കുറച്ച് ലോഹങ്ങളും അതിന്റെ ദ്രവണാങ്കവും തിളനിലയും സാന്ദ്രതയും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. എന്ത് ചെയ്യുക, ഇതോരോന്നും പഠിച്ചു വെച്ചേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞുതരാം. ഇരുമ്പിന്റെ ദ്രവണാങ്കം 1538 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇരുമ്പിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 1538 ഡിഗ്രി സെൽഷ്യസ്. വെള്ളിയാണെങ്കിൽ 961 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ടെങ്സ്റ്റൺ പറഞ്ഞു 3414 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏത് SCERT-യിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. സ്വർണം 1064 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടൈറ്റാനിയം 1670, കോപ്പർ 1084, അതുപോലെ ക്രോമിയം 1907 ഡിഗ്രി സെൽഷ്യസ്. അതിൽ ഇരുമ്പ് 1538 ഡിഗ്രി സെൽഷ്യസ് പഠിച്ചു വെച്ചേക്കാം. സ്വർണം ടെങ്സ്റ്റൺ 3414 ഡിഗ്രി സെൽഷ്യസ് പഠിച്ചു വെച്ചേക്കാം. സ്വർണം 961 ഡിഗ്രി സെൽഷ്യസ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ തിളനില ഒക്കെ നോക്കി വെച്ചേക്കുക. തിളനില അതുപോലെ സാന്ദ്രത അതൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇരുമ്പ് 2861 ഡിഗ്രി സെൽഷ്യസ് ആണ് തിളനില വരുന്നത്. അതിൽ തിളനില നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ദ്രവണാങ്കം എടുത്താൽ ദ്രവണാങ്കം കൂടുതലുള്ളത് നമ്മൾ പറഞ്ഞു ഇതിൽ നോക്കി നോക്കുക. ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ നമുക്കറിയാം 3414 ലോഹങ്ങളിൽ ദ്രവണാങ്കം കൂടിയത് 3414. അപ്പോൾ അതേതാണ്? ടെങ്സ്റ്റൺ ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി തിളനില എടുക്കുകയാണെങ്കിൽ എന്താണ്? ഏറ്റവും കൂടുതലുള്ള തിളനിലയുള്ളതും എന്തിനാണ്? ടെങ്സ്റ്റൺ തന്നെയാണ്. പിന്നെ എന്താണ്? സാന്ദ്രതയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലോഹങ്ങൾക്ക് അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം നോക്കാം. ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ലോഹത്തിന് എന്തുണ്ട്? തിളക്കമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ ലോഹദ്യുതിയൊക്കെ പറഞ്ഞല്ലോ, കട്ട് ചെയ്യുമ്പം എന്ത് ചെയ്യും? ആ ഭാഗം തിളക്കമുണ്ടാവും, അതിനെ ലോഹദ്യുതി എന്ന് പറയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെന്താണ്? ഇത് കുറച്ചു നേരം കുറച്ചധികം അന്തരീക്ഷ വായുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന്റെ തിളക്കൊക്കെ നഷ്ടപ്പെടും. ഓക്കെ, അങ്ങനെ അതിന് എക്സാമ്പിളാണ് സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കുമ്പോൾ പുതിയതായി രൂപം കൊണ്ട പ്രതലം അന്തരീക്ഷ വായിൽ തുറന്നു വെക്കുമ്പോൾ ലോഹപ്രതലത്തിന്റെ തിളക്കം നഷ്ടപ്പെടും. സോഡിയം എന്താണ്? കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. പുതുതായി രൂപം കൊണ്ട പ്രതലം എന്ത് ചെയ്യും? അന്തരീക്ഷ വായുവിൽ തുറന്നു വെക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ലോഹപ്രതലത്തിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു. ഒരു അലൂമിനിയം കമ്പി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരക്കുകയാണ്. ഒരു അലൂമിനിയം കമ്പി എടുക്കുകയാണ്, അത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരക്കുമ്പോൾ രൂപപ്പെട്ട തിളക്കം ഏതാനും ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ച് മങ്ങിപ്പോകുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ലോഹങ്ങൾക്ക് ഇനി ജലവുമായിട്ടുള്ള പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തുവിടും. ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യമാണെങ്കിൽ ജലവുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു. ഏത് വാതകമാണ് പുറത്തേക്ക് വിടുന്നത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ വാതകമാണ്. ഇനി സോഡിയവും ജലവുമായിട്ടുള്ള പ്രവർത്തനം നോക്കുകയാണെങ്കിൽ സോഡിയം പ്ലസ് ജലം എന്ത് കിട്ടും നമുക്ക്? സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ ഹൈഡ്രജൻ വാതകവും കിട്ടും. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകം, അതാണ് നമ്മൾ പറഞ്ഞത്. ചില ലോഹങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ചിട്ട് ഏത് വാതകം പുറത്തുവിടും? ഹൈഡ്രജൻ വാതകം പുറത്തുവിടും. സോഡിയം 2Na plus 2H2O gives 2NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, പ്ലസ് H2. പൊട്ടാസ്യം, കാൽസ്യം എന്നിവ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? പൊട്ടാസ്യവും കാൽസ്യവുമാണ്. പൊട്ടാസ്യവും കാൽസ്യവും എന്താണ്? തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നവ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇവ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് അതത് ലോഹത്തിന്റെ ഹൈഡ്രോക്സൈഡുകളും ഹൈഡ്രജൻ വാതകവുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം സോഡിയം പ്ലസ് H2O എന്താണ് നമുക്ക് ലഭിക്കാം? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2. ഓക്കെ,
സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2. ഇനി പൊട്ടാസ്യം പ്ലസ് H2O, പൊട്ടാസ്യവും ജലവുമായി പ്രവർത്തിച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2. കാൽസ്യം ജലവുമായി പ്രവർത്തിച്ച് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2 നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ലോഹങ്ങൾക്ക് ആസിഡുമായിട്ട് എങ്ങനെയുള്ള പ്രവർത്തനം എങ്ങനെയെന്ന് ചോദിച്ചാൽ, സിങ്ക്, അലൂമിനിയം, അയണ്, മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. സിങ്ക്, അലൂമിനിയം, അയണ്, മഗ്നീഷ്യം എന്നീ ലോഹങ്ങൾ, സിങ്ക്, അലൂമിനിയം, അതുപോലെ അയണ്, മഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോഹം ചോദിച്ചാൽ വാതകം ചോദിക്കുമ്പോൾ അത് ഹൈഡ്രജൻ ആണ്. ഇതോടൊപ്പം എന്തുണ്ടാകുന്നുണ്ട്? ഒരു ലോഹലവണ സംയുക്തവും ഉണ്ടാകുന്നുണ്ട്. ലവണ സംയുക്തവും ഇതോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. അതായത് സിങ്ക് പ്ലസ് 2HCl gives സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2 അല്ലേ? സിങ്ക് ക്ലോറൈഡ് അതായത് ലോഹലവണവും പ്ലസ് എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. Mg plus 2HCl, MgCl2 plus H2, Fe plus 2HCl gives FeCl2 plus H2. അതുപോലെ അലൂമിനിയം പ്ലസ് 2Al plus 6HCl gives 2AlCl3 plus 3H2. അപ്പോൾ ആസിഡുമായുള്ള പ്രവർത്തന തീവ്രതയിൽ ലോഹങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ആസിഡുമായുള്ള പ്രവർത്തന തീവ്രതയിൽ ലോഹങ്ങൾക്ക് തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. മഗ്നീഷ്യം, അലൂമിനിയം പോലുള്ളവ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഏതൊക്കെ? മഗ്നീഷ്യവും അലൂമിനിയവും വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അയണ്, സിങ്ക് തുടങ്ങിയവ അതിലും കുറഞ്ഞ തീവ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. മഗ്നീഷ്യം, അലൂമിനിയം പോലുള്ളത് ആസിഡുമായിട്ട് വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ മഗ്നീഷ്യവും അലൂമിനിയവും. ഇനി അയണും സിങ്കും എന്താണ്? അതിലും കുറഞ്ഞ തീവ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. കോപ്പർ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നുമില്ല. നേർപ്പിച്ച ആസിഡ് എടുത്താൽ കോപ്പർ അതിൽ പ്രവർത്തിക്കുന്നും ഇല്ല. അപ്പോൾ മഗ്നീഷ്യം, അലൂമിനിയം പോലുള്ളവ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അയണ്, സിങ്ക് തുടങ്ങിയവ അതിലും കുറഞ്ഞ തീവ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. അയണ് അതുപോലെ സിങ്ക്. ഇനി കോപ്പർ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രിയാശീല ശ്രേണിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇനിയും വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്ത് ചെയ്യാണ്? ക്രിയാശീലത കുറഞ്ഞു വരികയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ക്രിയാശീലത ഏറ്റവും കൂടുതലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി താഴേക്ക് അങ്ങനെ ക്രിയാശീലത കുറഞ്ഞു വരികയാണ്. റിയാക്ടിവിറ്റി സീരീസ് കുറഞ്ഞു വരികയാണ്. അതായത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയണ്, നിക്കല്, ടിന്ന്, ലെഡ്, പിന്നെന്താണ്? ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, എന്താണ് ഇതിലെ എയു എന്താണ്? സ്വർണം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് വരുന്തോറും ക്രിയാശീലത കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത്. K, Na, Ca, Mg, Al, Zn, Fe, Ni, Sn, Pb, പിന്നെന്താണ്? H, Cu, Ag, Au. ഓക്കെ, അത് ആ ഒരു ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി പഠിക്കാനാണ് വേണം കേട്ടോ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയണ്, നിക്കല്, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, സ്വർണം. ഓക്കെ, ഇനി ലോഹസങ്കരങ്ങൾ. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികൾ. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്? അലോയ്സ് എന്ന് പറയുന്നത്. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ലോഹസങ്കരങ്ങൾക്കുണ്ട്. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലമുണ്ട്, ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ലോഹസങ്കരം. കാരണം എന്താണ്? അതിൽ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ഉണ്ട് അല്ലേ? അപ്പോൾ അത് എന്താണ്? രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ എന്താണ്? ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്തുണ്ടാവും? ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലം ഉണ്ടാവും, ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. 90% ലോഹങ്ങളും ലോഹസങ്കരങ്ങളായാണ് ഉപയോഗിക്കപ്പെടുന്നത്.
ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? 90% ലോഹങ്ങളും ലോഹസങ്കരമായിട്ടാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? വെറും സ്വർണ്ണാണോ? അല്ല, അതിൽ കുറച്ച് കോപ്പറും ഉണ്ടാവും അല്ലെ? അപ്പൊ സ്വർണത്തിന്റെയും കോപ്പറിന്റെയും മിശ്രിതം. അപ്പൊ എന്തുണ്ടാവും? കുറച്ചും കൂടെ മികച്ച ബലം ഉണ്ടാവും. ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവ് ലോഹസങ്കരങ്ങൾക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ എന്ത് ഉപയോഗിക്കുന്നു പറഞ്ഞു? നമ്മൾ സ്വർണത്തിന്റെയും കോപ്പറിന്റെയും മിശ്രിതമാണ് ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പോൾ വെറും സ്വർണ്ണമാകുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് തന്നെ, അതുകൊണ്ടാണ് ഈ കോപ്പറും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി നോക്കാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഹസങ്കരവും അതിലെ ഘടക ലോഹങ്ങളും. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കും. ഓക്കെ, അപ്പോൾ ബ്രാസ് എടുക്കുകയാണെങ്കിൽ, ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയും, ഇതൊരു ലോഹസങ്കരമാണ്. അതിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെ ചേർന്നിട്ടാണ് ബ്രാസ്? കോപ്പറും സിങ്കും ചേർന്നിട്ടാണ് ബ്രാസ് ഉള്ളത്. ബ്രാസ് അല്ലെങ്കിൽ പിച്ചള, കോപ്പർ സിങ്ക് ചേർന്നിട്ടാണ് പിച്ചള ഉള്ളത്. ഇനി കോപ്പർ, അതുപോലെ ഈ കോപ്പർ പറയുന്നത് ചെമ്പാണല്ലേ, അറിയാം നമുക്ക്. കോപ്പറും ടിന്നും ചേർന്നിട്ടാണ് ബ്രോൺസ് അഥവാ ഓട് അല്ലെങ്കിൽ വെങ്കലം എന്നൊക്കെ പറയുന്നത്. ബ്രോൺസ്, വെങ്കലം എന്നൊക്കെ പറയുന്നത് ഏതൊക്കെ ചേർന്നിട്ടാണ്? അത് എന്താണ്? കോപ്പറും ടിന്നും ചേർന്നിട്ടാണ് ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം അല്ലെങ്കിൽ ഓട് എന്നൊക്കെ പറയണത്. നിക്രോം എടുക്കുകയാണെങ്കിൽ അതിലെ ഘടക ലോഹങ്ങൾ ഏതൊക്കെ ലോഹങ്ങൾ ചേർന്നിട്ടാണ് നിക്കൽ ഉണ്ടായത്? നിക്കല്, ക്രോമിയം, അയൺ മാറിപ്പോയത്. നിക്രോം എന്ന് പറയുമ്പോൾ നിക്കൽ കിട്ടും, ക്രോമിയം കിട്ടും, പിന്നെ അതിലെന്തുണ്ട്? അയണും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നിക്കോ എടുക്കുകയാണെങ്കിൽ അലൂമിനിയം, നിക്കല്, പിന്നെ കോബാൾട്ട്, പിന്നെ എന്തുണ്ട്? അതിൽ ഇരുമ്പുണ്ട് എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ബ്രാസ് എടുത്താൽ കോപ്പറും സിങ്കുമാണ്. ബ്രാസ്, കോപ്പർ, സിങ്ക്, ബ്രാസ്, കോപ്പർ, സിങ്ക്. അപ്പം അതിൽ കോപ്പർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബ്രാസ് നമുക്കറിയാം കോപ്പർ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏകദേശം കിട്ടും. പിന്നെ എന്തുണ്ട്? അതിൽ സിങ്ക് ഉണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ബ്രോൺസ് അല്ലെങ്കിൽ ഓട് അല്ലെങ്കിൽ വെങ്കലം എടുക്കുകയാണെങ്കിൽ എന്താണ്? കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്, പിന്നെ എന്തുണ്ട്? അത് കോപ്പറും ടിന്നും ചേർന്നതാണ് ഈ ഓട്, വെങ്കലം, ബ്രോൺസ് എന്നൊക്കെ പറയുന്നത്. നിക്രോം ആണ് എന്തെന്ന് പറയുന്നത്? നിക്കല്, ക്രോമിയം നമുക്ക് കിട്ടും, പിന്നെ അത് കൂടെ ഏതും കൂടെ ആഡ് ചെയ്യുക? അയണ്. നിക്കോ എന്നുള്ളത് എന്തൊക്കെയാണ്? അലൂമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്. ആ നിക്കോ നമുക്ക് കിട്ടും. പിന്നെ അത് കൂടെ എന്തുകൂടെ ആഡ് ചെയ്യുക? ഇരുമ്പും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? നിക്കോ എന്നുള്ള ലോഹസങ്കരം. ഓക്കെ, ഇനി ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും കേൾക്കാട്ടോ. ഇനി ചില ലോഹസങ്കരങ്ങളിൽ വളരെ ചെറിയ അളവിൽ കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ചേർക്കാറുണ്ട്. അലോഹ മൂലകങ്ങൾ പിന്നെ ആയിട്ടുള്ള കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങളും കൂടെ ഏതിൽ ചേർക്കാറുണ്ട്? ചില സങ്കരങ്ങളിൽ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടല്ലോ, പാത്രങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിൽ എന്തുണ്ട്? ചെറിയ അളവിൽ കാർബണ് അല്ലെങ്കിൽ സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ബ്ലേഡ് നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നമുക്കറിയാം. അതുപോലെ സ്റ്റീലിൽ അയണും കാർബണും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റീലിൽ എന്തുണ്ട്? അയണും കാർബണും അടങ്ങിയിട്ടുണ്ട്. അയണും കാർബണും ചേർന്നതാണ് സ്റ്റീൽ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇനി നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണെന്ന് പറയാനുള്ള കാരണം, നാരങ്ങയിലെ സിട്രിക് ആസിഡ് ഇരുമ്പുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പെട്ടെന്ന് തുരുമ്പിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എന്നുള്ളത് കൂടെ ഓർത്ത് വെച്ചേക്കുക. നാരങ്ങയിലെ സിട്രിക് ആസിഡ് വെറും ഇരുമ്പാണെങ്കിൽ എന്ത് ചെയ്യും? അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വേഗത്തിൽ തുരുമ്പിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്തുണ്ട്? ഇരുമ്പും ഉണ്ട്, പിന്നെ എന്തുണ്ട്? അതിൻ്റെ കൂടെ കാർബണും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. അതിന് കാരണം എന്താണ്? മോരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡും അലൂമിനിയം ലോഹവും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിന് കാരണം മോരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് അല്ലെ? പാലിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? മോരിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. അത് അലൂമിനിയം ലോഹവും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അലൂമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ലോഹങ്ങൾ എന്നുള്ള ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇന്ന് 11 മണിക്കുള്ള എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.